ഹിന്ദു പ്രേമം ഇവിടെ കെട്ടിച്ചു. ചേട്ടാ വെള്ളം വേണോ? വെള്ളം ആയിക്കോട്ടെ, കുടിച്ചോളൂ. നോമ്പ് സമയമാണ്, ഇപ്പൊ ഇനി വെള്ളം കുടിക്കാൻ പാടില്ല എന്നാണ്. പക്ഷെ എന്നാല് ഇവിടെ ഡ്യൂട്ടി എടുക്കുന്ന കാരണം വെള്ളം കുടിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ചൂടല്ലേ അല്ലേ? എന്തൊരു ചൂടാ. ചൂട് ഭയങ്കര ചൂടാണ്. കൊടല് നിൽക്കുന്നു. കൊടയില് നിന്നിട്ടൊന്നും കാര്യമില്ല. നമ്മളിത് ഇപ്പൊ ശീലമായിരുന്നു. നമുക്ക് ഇവിടെ നമ്മള് ഡ്യൂട്ടി എടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 2 കൊല്ലം 3 കൊല്ലം പറയും. അപ്പൊ അത് കാരണം നമ്മള് ചൂട് ഇത് പ്രശ്നമായിട്ടില്ല. കാറ്റുള്ളതുകൊണ്ട് ചൂട് അറിയുന്നില്ല. പക്ഷെ അത് വെയിലിന് നല്ല ചൂടുണ്ട് ഇവിടെ. എങ്ങനെയാ ഈ ചൂടിന് എങ്ങനെയാ ഓവർകം ചെയ്യുന്നത്? വെള്ളമൊക്കെ വെള്ളം അത്യാവശ്യം നമ്മള് കൊണ്ടുവരും. ഈ വെയിലത്തുള്ള ജോലിയാണ് ഒക്കെ ശരിയാണ്. പക്ഷെ എന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടോ? നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലിയായ കാരണം നമ്മളിങ്ങനെ ചെയ്യുന്നു. ഒന്നാമത് ചൂടും മഴയും വെയിലെന്ന് പറഞ്ഞ് നോക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജോലിയുടെ ഇതും കാര്യങ്ങളൊന്നും നടക്കില്ല. ഇവിടെ ഇപ്പൊ നിലവിൽ എത്ര ലൈഫ് ഗാർഡ്? നിലവിൽ ഇപ്പൊ ഒരു 5 പേരുണ്ട്. ഇപ്പൊ അതായത് 6 പേരാണ് ശരിക്കും ഡ്യൂട്ടിക്കാരുള്ളത്. അപ്പൊ ഒരു ഷിഫ്റ്റിൽ 3 പേരായിട്ടാണ് ഉള്ളത്. രാവിലെ മുതൽ ഇവിടെ ഡ്യൂട്ടി തുടങ്ങും? രാവിലെ മുതൽ നമ്മൾ ഇവിടെ ഡ്യൂട്ടിക്ക് തുടങ്ങും. വൈകിട്ട് അസ്തമനം വരെ നമ്മളിവിടെ അസ്തമനം കഴിഞ്ഞാലും നമ്മള് ആൾക്കാരൊക്കെ നോക്കിയിട്ടാണ് നമ്മള് പോവാറ്. പൊട്ടിപ്പൊളിയുന്ന വെയിലാണ്. നമുക്ക് വീടിന്റെ മുറ്റത്ത് പോലും നിൽക്കാൻ പറ്റില്ല. ഇപ്പൊ കടപ്പുറത്തേക്ക് ആരെങ്കിലും വരുന്നുണ്ടോന്നൊക്കെ ഞാനൊക്കെ ചിന്തിക്കാറുണ്ട്. ഇവിടെ ആളുകളൊക്കെ ഇഷ്ടംപോലെ വരാറുണ്ട്. ഇതിപ്പോ ഈ നോമ്പ് സമയമായ കാരണം ആണ് ഇത്രയും കുറവ്. ഇതിപ്പോ പെരുന്നാളും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കണ്ട. വെക്കേഷനും തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നോക്കണ്ട ആവശ്യമില്ല. ആൾക്കാർ വന്നിരിക്കും. ചൂട് അവർക്ക് വരുന്നവർക്ക് ഒരു ആദ്യമായിട്ട് കാണുന്ന ഒരു ഫീലാണ്. കടൽ കാണുന്ന ഒരു ചെറിയൊരു ഫീലാണ്. അവർക്ക് ചൂടാണോ ഇതാണെന്നുള്ള പ്രശ്നമില്ല. അവർക്ക് മെയിനായിട്ട് ബീച്ച് കാണണം, വരണം എന്നുള്ള ഇതാണ്. നിലവിൽ നമ്മളെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം കൂടുന്തോറും ചൂട് വർദ്ധിച്ചു വരികയല്ലേ. ഈ ചൂട് ജോലിയെ ബാധിക്കുന്നുണ്ടോ? ചൂട് നോക്കിയിട്ടല്ല നമ്മളിപ്പോൾ ജോലി ചെയ്യണത്. ആൾക്കാരെ രക്ഷിക്കലാണ് നമ്മൾ മെയിൻ കാര്യങ്ങൾ. അപ്പോൾ ചൂട് നോക്കി വന്നു കഴിഞ്ഞാൽ ആൾക്കാർ എത്തണ്ടോടത്ത് എത്തും. ആൾക്കാർ അത് കാരണം നമ്മൾ ഇറങ്ങിയാണ്ട് പണിയെടുക്കണ്ട. ചൂടൊന്നും പ്രശ്നമാക്കില്ല. ജോലിയിൽ ശ്രദ്ധിച്ചോ. കൃത്യമായി വെള്ളമൊക്കെ കുടിക്കുക. ആയിക്കോട്ടെ, മറക്കണ്ട. ഓക്കെ, താങ്ക് യു. ജോം ടി കെക്കൊപ്പം നയൻതാര, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.